ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഭഗവാൻ തൻ്റെ ലീലകൾ വൃന്ദാവനത്തിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച കഥയാണ്. എന്തിനാണ് ഭഗവാൻ ഈ ഒരു പ്രവൃത്തി ചെയ്തത്? കേട്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെ ആ ഭാഗം കേട്ട് ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി, ഭഗവാനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. കേട്ടവർ വീണ്ടും വീണ്ടും കേട്ട് പ്രാർത്ഥിക്കുക. കാരണം അത്രത്തോളം പുണ്യമുള്ള ഒരു ഭാഗമാണ് ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ച ആ കഥാഭാഗം. ഇന്ന് നമ്മൾ മറ്റൊരു ശ്രേഷ്ഠമായ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അവസാനം വരെ കേട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഉച്ചയോടുകൂടി തിരിച്ചു പോരാമെന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ദിവസം ഭക്ഷണപ്പൊതികളൊന്നും എടുക്കാതെ കൃഷ്ണനും തോഴന്മാരും പതിവ് പോലെ രാവിലെ പശുക്കളെയും കൊണ്ട് യമുനാ തീരത്തിലേക്ക് തിരിച്ചു. പുല്ലുള്ള സ്ഥലം നോക്കി നോക്കി കുറച്ചകലത്തിലുള്ള ഒരു വനപ്രദേശത്ത് അവർ എത്തിച്ചേർന്നു. തൃണങ്ങളും ഭക്ഷ്യച്ചെടികളും അവിടെ ധാരാളം കണ്ടതുകൊണ്ട് ഗോക്കൾ ഇഷ്ടം പോലെ അവിടെ നിന്ന് തിന്ന് മേഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അടുത്തുള്ള ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ ഇരുന്ന് കളിക്കുവാൻ തുടങ്ങി. വാശിയോടുകൂടി കളിച്ചു നേരം പോയത് അവർ അറിഞ്ഞില്ല. സമയം ഏതാണ്ട് ഉച്ചതിരിഞ്ഞു. വിശപ്പും ദാഹവും കൊണ്ട് ബാലന്മാർ വല്ലാതെ വിഷമിച്ചു. ഉടനെ തന്നെ സ്വഗൃഹങ്ങളിലേക്ക് പോകാമെന്ന് വെച്ചാൽ കഠിനമായ വെയിലിൻ്റെ ചൂടും ദേഹത്തിൻ്റെ തളർച്ചയും മൂലം അതിനും അവർക്ക് കഴിവില്ലാതെ വന്നു. ആ വനപ്രദേശത്തിനടുത്ത് കുറച്ച് വിപ്രന്മാർ ചേർന്ന് ഒരു യജ്ഞം നടത്തുന്നുണ്ട്. അവർ യഥാർത്ഥ ഭക്തന്മാരായിരുന്നില്ല. ഡമ്മിനു വേണ്ടിയും പേരിനു വേണ്ടിയുമാണ് അവർ യാഗം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ പത്നിമാർ നേരെ മറിച്ചായിരുന്നു. ഭക്തിയും ഈശ്വരവിശ്വാസവും ഉള്ളവരായിരുന്നു ആ സ്ത്രീകൾ. താൻ അമ്പാടിയിൽ വളരുന്ന കാലം മുതൽ തന്നെക്കുറിച്ച് കേട്ട് തന്നിൽ ഭക്തിയുള്ളവരായി തീർന്നിരിക്കുന്ന പുണ്യവതികളാണ് അവരെന്ന് കൃഷ്ണൻ നേരത്തെ തന്നെ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ അറിഞ്ഞിരുന്നു. അവരെ അനുഗ്രഹിക്കണം. അതിനു വേണ്ടി തന്നെയാണ് യാതൊന്നും അറിയാത്ത മട്ടിൽ പീതാംബരൻ ആ വനത്തിലേക്ക് അന്നത്തെ യാത്ര തീരുമാനിച്ചത്. വിശപ്പുകൊണ്ട് വലഞ്ഞ തോഴന്മാരോട് കണ്ണൻ ഇങ്ങനെ പറഞ്ഞു: ഇതിനടുത്ത് കുറച്ച് ബ്രാഹ്മണർ ഒരു യാഗം നടത്തുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് അവരെ കണ്ട് കുറച്ച് ഭക്ഷണം തന്നയക്കുവാൻ യാചിക്കൂ. ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് ഏതാനും ബാലകന്മാർ തിരക്കി പിടിച്ച് യജ്ഞശാലയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ഇപ്രകാരം അറിയിച്ചു: നന്ദഗോപരുടെ പുത്രനായ അമ്പാടിക്കണ്ണൻ ചങ്ങാതികളും ഒരുമിച്ച് കാലികളെ മേച്ചുകൊണ്ട് കാട്ടിലിരിക്കുന്നു. കുറച്ചു ഭക്ഷണം തന്നയക്കണമെന്ന് കണ്ണൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇത് കേട്ട് ബ്രാഹ്മണരാരും അനങ്ങിയില്ല. കേട്ട ഭാവം പോലും വെച്ചില്ല. ഒരു മറുപടിയും പറഞ്ഞില്ല. അത്രയ്ക്ക് അവർ അത് നിസ്സാരമാക്കി കളഞ്ഞു. കുമാരന്മാർ തിരിച്ചു വന്ന് കൃഷ്ണനെ വിവരം ധരിപ്പിച്ചു. ചിരിച്ചുകൊണ്ട് ചിന്മയൻ ഉടനെ തന്നെ ഇപ്രകാരം പറഞ്ഞു: ആണുങ്ങളൊന്നും തന്നില്ലെങ്കിൽ വേണ്ട. നിങ്ങൾ പോയി അവരുടെ പത്നിമാരോട് ഈ വിവരം പറയൂ. അവരും ആ യാഗശാലയിലുണ്ട്. നാണിക്കണ്ട, ഞാൻ പറഞ്ഞതാണെന്ന് പ്രത്യേകം ധരിപ്പിക്കൂ. വസുദേവാത്മജന്റെ നിർദ്ദേശമനുസരിച്ച് ബാലന്മാർ വീണ്ടും യാഗശാലയിൽ എത്തിച്ചേർന്നു. അവിടെ ഹോത്രികളും വേദീയരും ശാസ്ത്രികളും വേദവിജ്ഞാനികളും മഹാബ്രാഹ്മണരും ഇരിപ്പുണ്ട്. കുമാരന്മാർ അവരോടൊന്നും പറഞ്ഞില്ല. അല്പം മാറി ദീക്ഷയാചരിച്ചുകൊണ്ട് യാഗകർത്താക്കളായ ഭൂസുരന്മാരുടെ പത്നിമാർ ഇരിപ്പുണ്ട്. അവരുടെ മുമ്പിൽ ചെന്ന് ആ ബാലന്മാർ ഇപ്രകാരം അപേക്ഷിച്ചു: ഇതിനടുത്തുള്ള വനത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിലെ കൃഷ്ണൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തിനും കൂട്ടുകാർക്കും കുറച്ച് ആഹാരം തന്നയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു.
തോഴന്മാരായ ആ കുമാരന്മാർക്ക് കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയാൻ അപ്പോൾ എന്താണാവോ തോന്നിയത്? എന്ത്, ഭഗവാൻ കൃഷ്ണൻ വന്നിരിക്കുന്നുവെന്നോ? വൃന്ദാവന വിഹാരി അമ്പാടി കൃഷ്ണൻ ഇതിനടുത്തുള്ള വനത്തിൽ വന്ന് പള്ളി കൊള്ളുന്നുവെന്നോ? അദ്ദേഹത്തിന് ആഹാരം ചോദിച്ചിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ തന്നയച്ചില്ലെന്നോ? ഭഗവാനെ, ഞങ്ങൾ എന്താണ് ഈ കേൾക്കുന്നത്? ഇങ്ങനെ സംഭ്രമത്തോടെ പുലമ്പിക്കൊണ്ട് ഭഗവൽ ഭക്തകളായ ആ വിപ്രപത്നിമാർ തൽക്ഷണം തന്നെ ഗന്ധപുഷ്പാദികളും പായസം തുടങ്ങിയ മധുരമേറിയ അന്നപാനീയാദികളും പല പല പാത്രങ്ങളിലായി നിറച്ചു. പിന്നെയും പിന്നെയും നിറച്ചു. മധുരപലഹാരങ്ങളും കൂടകളിൽ സംഭരിച്ചു. പഴവർഗ്ഗങ്ങൾ സംഭരിച്ചു. അവർ തന്ന എല്ലാം തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് ഭർത്താക്കന്മാരും പിതാക്കന്മാരും സഹോദരന്മാരും തടുത്തിട്ടും വകവയ്ക്കാതെ ഭക്തി ലഹരിയിൽ മുഴുകി ബാലന്മാരുടെ കൂടെ കൃഷ്ണസന്നിധിയിലേക്ക് ആ പാവം സ്ത്രീകൾ പുറപ്പെട്ടു. ദൂരെ വെച്ചു തന്നെ ആ ഭക്തകൾ ഭഗവാനെ തൃക്കൺ പാർത്തു. അവരുടെ നയനങ്ങളിൽ വെള്ളം നിറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ശ്രീദാമാവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മറ്റുള്ളവരുമായി പല നർമ്മസല്ലാപങ്ങളിലും മുഴുകി രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരുമുടിയിലെ പീലികൾ മന്ദമാരുതനേറ്റ് ഇളകുന്നുണ്ടായിരുന്നു. കർണങ്ങളിലെ കുണ്ടലങ്ങൾ ഗണ്ഡങ്ങളിൽ മിന്നി തിളങ്ങുമാറ് ആടുന്നുണ്ടായിരുന്നു. കാലുകളിലെ കിങ്ങിണികൾ മന്ദം മന്ദം മുഴങ്ങുന്നുണ്ടായിരുന്നു. ചെഞ്ചുണ്ടുകളിൽ പുഞ്ചിരി തഞ്ചുന്നുണ്ടായിരുന്നു. വദനത്തിൽ കൃപാരസം വഴിയുന്നുണ്ടായിരുന്നു. ഭക്ഷണങ്ങളുമായി വന്ന ആ ഭക്തകൾ ചെന്താമരക്കണ്ണൻ്റെ പാദപത്മങ്ങളിൽ അവയെ സമർപ്പിച്ചിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാനെ, അങ്ങ് അമ്പാടിയിൽ കൃഷ്ണനായി അവതരിച്ചു എന്ന് കേട്ട കാലം മുതൽ നിന്തിരുവടിയെ ഒന്ന് നേരിട്ട് കണ്ട് നയന സാഫല്യമടയുവാൻ അടിയങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്ത്രീകളായ അടിയങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇതുവരെ സിദ്ധിച്ചില്ല. ഇന്നെങ്കിലും അതിനുള്ള ഭാഗ്യം അടിയങ്ങൾക്ക് ലഭിച്ചല്ലോ. കൃഷ്ണ മുരളീധര, അടിയങ്ങൾക്ക് ഭർത്താക്കന്മാരും പുത്രന്മാരും മാതാപിതാക്കളും സഹോദരീ സഹോദരന്മാരും ആരും വേണ്ട. ധനവും ഐശ്വര്യവും വേണ്ട. നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ പൂജിച്ചുകൊണ്ട് ആ ദിവ്യ സന്നിധിയിൽ കഴിഞ്ഞുകൂടുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങ് ഗോപകുമാരനല്ല, അതടിയങ്ങൾക്കറിയാം. നിന്തിരുവടിയുടെ ദിവ്യാനന്ദ സുന്ദര രൂപം അടിയങ്ങൾക്ക് മറക്കുവാൻ കഴിയുന്നില്ല. അടിയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൽ കാഴ്ച നിന്തിരുവടി സദയം സ്വീകരിക്കണം. ആനന്ദരൂപിയായ നന്ദാത്മജൻ ആ ഭക്തകൾ കൊണ്ടുവന്ന വിശിഷ്ട ഭോജ്യം ജ്യേഷ്ഠനും സഖികൾക്കും വീതിച്ചു കൊടുത്ത് ഉച്ഛിഷ്ടം താനും ഭുജിച്ച് അവരെ അനുഗ്രഹിച്ചു. പുണ്യവതികളെ, തപസ്സുകൊണ്ട് പോലും സിദ്ധിക്കാത്ത സുഹൃതം നിങ്ങൾ നേടിക്കഴിഞ്ഞു. സർവപ്രതിബന്ധങ്ങളെയും തൃണവൽ ഗണിച്ച് യാഗദീക്ഷ പോലും വിഗണിച്ച് ഭക്തപുളകിതരായി എൻ്റെ മുമ്പിൽ സമാഗമിച്ച് എനിക്ക് ഭക്ഷണം നൽകിയ നിങ്ങൾ ജീവൻ മുക്തകളായി തീർന്നിരിക്കുന്നു. അന്തണരായാലും മഹർഷികളായാലും വേദജ്ഞാനികളായാലും ഭക്തിയില്ലാത്തവരാണെങ്കിൽ അവരുടെ ജീവിതവും കർമ്മങ്ങളും വ്യർത്ഥങ്ങളാണ്. യാഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായി അശ്വമേധയാഗം നടത്തിയാലും യാതൊരു ഫലവുമില്ല. ഒരിക്കലും അവർക്ക് മുക്തിയും സിദ്ധിക്കുകയില്ല. ഭക്തിയില്ലാത്ത ബ്രാഹ്മണരേക്കാൾ ഭക്തിയുള്ള ചണ്ടാളനാണ് ശ്രേഷ്ഠൻ. തപസ്സോ ജ്ഞാനമോ യോഗമോ ഒന്നുമില്ലെങ്കിൽ തന്നെയും ഭക്തിയുണ്ടായാൽ മാത്രം മതി. അവന് ക്ഷണനേരം കൊണ്ട് മുക്തി സിദ്ധിക്കും. നിങ്ങൾ മോക്ഷവതികളായി കഴിഞ്ഞിരിക്കുന്നു. ധർമ്മബോധമോ ഭക്തിയോ ഇല്ലാതെ യാഗം നടത്തുന്ന ഭർത്താക്കന്മാർ അതിന് അർഹരുമല്ല. ഏതായാലും അവിടെ ആരംഭിച്ചിരിക്കുന്ന യജ്ഞം പൂർത്തിയാക്കുവാൻ യജ്ഞകർത്താക്കളുടെ പത്നിമാർ അടുത്തു തന്നെ വേണം. ആയതിനാൽ തൽക്കാലം നിങ്ങൾ യാഗശാലയിലേക്ക് മടങ്ങിപ്പോവുക.
കൃഷ്ണനെ തൊഴുതു വിടവാങ്ങി ആ മംഗലഗാത്രികൾ മനസ്സു കുളിർത്ത് യാഗശാലയിൽ ചെന്നപ്പോൾ കോപത്തോടുകൂടി അവരുടെ ഭർത്താക്കന്മാർ അവരെ പുറത്താക്കാൻ ഭാവിച്ചു. അപ്പോൾ അവരുടെ മുഖപത്മങ്ങളിൽ പണ്ടില്ലാത്ത വിധമുള്ള ബ്രഹ്മതേജസ് പ്രസരിക്കുന്നത് കണ്ട് അജ്ഞരായ ആ അന്തണർ അത്ഭുതപ്പെട്ടു. കൃഷ്ണമഹിമകളെക്കുറിച്ച് പത്നിമാർ പറഞ്ഞതു കേട്ട് മാനസാന്തരം വന്ന് അവരും അന്നു മുതൽ ഭക്തരായി ചമഞ്ഞു. ജ്ഞാനകർമാദികൾക്കെല്ലാം അതീതമാണ് നിഷ്കളങ്ക ഭക്തി. അത് അവർക്ക് ബോധ്യമായി. അതിന് സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി. യാഗം നടത്തുന്ന പ്രധാന ഹോത്രിയുടെ ഭാര്യ കൃഷ്ണനെ കാണുവാൻ മറ്റുള്ള സ്ത്രീകളോടൊപ്പം പുറപ്പെട്ടപ്പോൾ ഭർത്താവ് അവളെ ബലമായി തടഞ്ഞു നിർത്തി. കൃഷ്ണമൂർത്തിയുടെ ദിവ്യവിഗ്രഹം കണ്ടാനന്ദിക്കുവാൻ സാധിക്കാത്ത ദുഃഖത്തോടുകൂടി ആ നിർമ്മല മനസ്വിനി ബോധം കെട്ട് വീണുപോയി. അവളുടെ അന്തരാത്മാവിൽ കൃഷ്ണന്റെ വിശ്വമോഹന രൂപം എപ്പോഴും നിഴലാടിക്കൊണ്ടേയിരുന്നു. ആ മൂർച്ഛയിൽ നിന്നും പിന്നെ ആ പുണ്യവതി എഴുന്നേറ്റില്ല. അവളിൽ നിന്നും ഒരു തേജസ് മേൽപോട്ടുയരുന്നതായി ആളുകൾ ദർശിച്ചു. അവളുടെ നിഷ്കളങ്കമായ ഭക്തി കണ്ട് അവൾക്ക് അപ്പോൾ തന്നെ ഭഗവാൻ പ്രത്യക്ഷമോക്ഷം നൽകി. 1000 വർഷങ്ങൾ തപസ്സു ചെയ്തിട്ടും മഹായോഗികൾക്കു പോലും ഭഗവാന്റെ ദിവ്യമോഹന ചിന്മയ രൂപമൊന്ന് കാണുവാൻ സാധിക്കുന്നില്ല. നിർവ്യാജ ഭക്തിയാൽ ആ പെൺമണിക്ക് ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ ദിവ്യദർശനം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യക്ഷമോക്ഷം അങ്ങനെ ആ മഹതിക്ക് ഭഗവാൻ നൽകി. അതോടുകൂടി അധർമ്മികളായ ആ ബ്രാഹ്മണർ ആരംഭിച്ച യാഗവും മുടങ്ങി. ഹരേ കൃഷ്ണ. എന്താണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഓരോരുത്തരും ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് കമൻ്റായി എഴുതൂ. നാമം ജപിക്കൂ, പ്രാർത്ഥിക്കൂ. ഹരേ കൃഷ്ണ.